അമേരിക്കയും കാനഡയും തമ്മിൽ യുദ്ധമോ? കേൾക്കുമ്പോൾ തമാശയായി തോന്നാം, പക്ഷേ സംഗതി സീരിയസ് ആണ്. നീ എൻ്റെ കയ്യിൽ നിന്ന് സാധനം വാങ്ങിയില്ല എന്നുണ്ടെങ്കിൽ നിന്റെ വീട്ടിലൂടെ ഞാൻ കയറി ഇറങ്ങും എന്ന ലൈനിലാണ് ട്രംപിന്റെ നേതൃത്വത്തിലുള്ള അമേരിക്കയുടെ പുതിയ ഭീഷണി. കാരണം നിസ്സാരമാണ്, കച്ചവടം നടന്നില്ല എന്നുണ്ടെങ്കിൽ ട്രംപിന് ദേഷ്യം വരും. സംഭവം സിമ്പിളാണ്. അമേരിക്കൻ കമ്പനിയായിട്ടുള്ള ലോക്ക്ഹീഡ് മാർട്ടിനിൽ നിന്ന് 88 F-35 യുദ്ധവിമാനങ്ങൾ വാങ്ങാമെന്ന് കാനഡ പണ്ട് സമ്മതിച്ചതാണ്. എന്നാൽ ഇപ്പോൾ കാനഡ ആ കരാറിൽ നിന്ന് മെല്ലെ സ്കൂട്ടാവാൻ നോക്കുകയാണ്. ഇത് കണ്ടതും അമേരിക്കയ്ക്ക് ഹാലിളകി. കാനഡയിലെ US അംബാസഡർ പീറ്റ് ഹോക്സ്ട്ര നേരെ ചെന്ന് ഭീഷണി മുഴക്കി. നിങ്ങൾ ഈ വിമാനങ്ങൾ വാങ്ങിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആകാശത്തിന് കാവൽ നിൽക്കാൻ ഞങ്ങളുടെ വിമാനങ്ങൾ അങ്ങോട്ട് അയക്കും എന്നാണ് പറഞ്ഞത്. അതായത് കാനഡയുടെ സമ്മതം പോലും നോക്കാതെ അവരുടെ തലയ്ക്ക് മുകളിൽ അമേരിക്കൻ വിമാനങ്ങൾ പറക്കുമെന്ന് സാരം. എന്തുകൊണ്ടാണ് ഇത്രയും നാളത്തെ ചങ്ക് ബ്രോ ബന്ധം മറന്ന് കാനഡ ഇങ്ങനെ ചെയ്യുന്നത്? വേറൊന്നുമല്ല, പണം തന്നെയാണ് പ്രശ്നം. 2022 കരാർ ഒപ്പിടുമ്പോൾ പറഞ്ഞ വിലയല്ല ഇപ്പോൾ. 19 ബില്യൺ എന്ന് പറഞ്ഞിട്ട് 2025 ആയപ്പോഴേക്കും ബില്ല് $27.7 ബില്യൺ മാറി. ഈ സർപ്രൈസ് വിലക്കയറ്റം കണ്ട കാനഡ ഞെട്ടി. ഇത്രയും കാശ് മുടക്കി ഈ സാധനം വാങ്ങണോ എന്നാണ് അവരുടെ സംശയം. ഇവിടെയാണ് അമേരിക്ക നൊറാഡ് എന്ന പഴയ കരാർ പൊടിതട്ടിയെടുക്കുന്നത്. വടക്കേ അമേരിക്കയുടെ ആകാശം സംരക്ഷിക്കാൻ രണ്ടുപേർക്കും ഉത്തരവാദിത്തമുണ്ട്. അമേരിക്കയുടെ ലൈൻ ഇതാണ്: നിങ്ങളുടെ കയ്യിൽ വിമാനമില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ആ പണി ഞങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും. നൊറാഡ് കരാർ പ്രകാരം അത് ഞങ്ങളുടെ അവകാശമാണ്. സുരക്ഷയുടെ പേരിൽ കാനഡയുടെ ആകാശത്ത് അമേരിക്കൻ ഫൈറ്റർ ജെറ്റുകൾ സ്ഥിരമായി റൗണ്ട്സ് അടിക്കുമെന്ന് സാരം. ഇതൊരു ഒന്നൊന്നര ബിസിനസ് തന്ത്രം കൂടിയാണ്. ട്രംപ് ഭരണകൂടം വന്നതോടെ സൗഹൃദം വേറെ, കച്ചവടം വേറെ എന്നായിട്ടുണ്ട് കാര്യങ്ങൾ. അമേരിക്കയുടെ പണ്ട് മുതലുള്ള നയം അങ്ങനെ തന്നെയാണ്. പക്ഷേ ബിസിനസ്സുകാരനായ ട്രംപ് പ്രസിഡന്റ് ആയപ്പോൾ ഒരു നാണവും മാനവും ഇല്ലാതെ അത് അമേരിക്ക പുറത്തു കാണിക്കുന്നു എന്ന് മാത്രം. ഗ്രീൻലാൻഡ് വാങ്ങാൻ നോക്കിയതും ഈ തീരുവ കൂട്ടുമെന്ന് പറഞ്ഞ് യൂറോപ്പിനെ ഭീഷണിപ്പെടുത്തിയതും ഇന്ത്യയെ ഭീഷണിപ്പെടുത്തിയതും എല്ലാം തന്നെ ഇതിന്റെ ഭാഗമാണ്. ചുരുക്കത്തിൽ പെട്ടുപോയ അവസ്ഥയിലാണ് കാനഡ. ഒന്നുകിൽ കീശ കീറുന്ന കാശ് കൊടുത്ത് വിമാനം വാങ്ങുക, അല്ലെങ്കിൽ സ്വന്തം ആകാശത്തിന്റെ താക്കോൽ അമേരിക്കയ്ക്ക് വിട്ടുകൊടുക്കുക. പശു പുല്ല് തിന്നില്ലെങ്കിൽ തീറ്റിപ്പിക്കും എന്ന അവസ്ഥ. ട്രംപിന്റെ അടുത്ത ബിസിനസ് ഡീൽ ആരുടെ നെഞ്ചത്താണെന്ന് കണ്ടു തന്നെ അറിയണം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ.